തൃശൂരിൽ സുരേഷ് ഗോപി എത്തിയാൽ ദേവാലയ സന്ദർശനങ്ങൾ പതിവാക്കുന്നു. ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്നും നേതൃത്വത്തിന്റെ നിർദ്ദേശമുണ്ട്. ജില്ലയിലെ ക്രൈസ്തവ സമൂഹം ബിജെപിയോട് അടുക്കുന്നതായാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. തൃശൂരിൽ നിന്ന് ജെയ്സൺ ചാവളപ്പിൽ നമുക്കൊപ്പമുണ്ട്. ഗുഡ് മോർണിംഗ് ജെയ്സൺ ചാവളപ്പിൽ. തൃശൂരിൽ ക്രൈസ്തവ സമൂഹം ഒന്നാകെ ബിജെപിയോട് സുരേഷ് ഗോപിയോട് അടുത്തു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതേ രീതിയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ പോകുന്ന ഘട്ടത്തിൽ കേരളം ഉടനീളം അതേ രീതിയിൽ മുന്നോട്ട് പോകാനാണോ ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം? തൃശൂരിലെ കാഴ്ച എന്താണ്? വെരി ഗുഡ് മോർണിംഗ് സുജിയ. തൃശൂർ ബിജെപിയുടെ ഒരു പരീക്ഷണശാലയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ അത് വിജയം കണ്ടിരിക്കുന്നു. ഒരു പക്ഷേ തൃശൂർ ജില്ലയിലാണ് ആദ്യമായൊരു പഞ്ചായത്ത് ബിജെപി ഭരിക്കുന്നത്, അവിണിശ്ശേരി പഞ്ചായത്ത്. അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു വിജയഗാഥ തുടരാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്താണ് തൃശ്ശൂരിൽ നിന്ന് ഫോക്കസ് ചെയ്യേണ്ടതെന്ന വ്യക്തമായ ധാരണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ബിജെപിക്ക് വന്നിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബിജെപി ക്രൈസ്തവ സമൂഹവുമായി കൂടുതൽ അടുക്കാനായിട്ടുള്ള പലതരം തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. ഏറ്റവും അവസാനം ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ഒരു ക്രൈസ്തവനായി തീരുമാനിക്കുന്നത് തുടങ്ങുന്നു, അല്ലെങ്കിൽ ആ വഴിയിലൂടെ കടന്നു പോകുന്നു. ക്രൈസ്തവരുടെ നിരവധി വിഷയങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ അതെല്ലാം പെട്ടെന്ന് തന്നെ പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. സുരേഷ് ഗോപി വന്ന് കേന്ദ്രമന്ത്രിയായി തന്നെ ആദ്യം പ്രഖ്യാപിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ലൂർദ് പള്ളിയിൽ നിന്നും തുടങ്ങുന്ന ഒരു തീർത്ഥാടന ഒരു ടൂറിസം, അതായത് പിൽഗ്രിം ടൂറിസത്തിന് തുടക്കം കുറിക്കണം എന്നതാണ്. അതായത് ലൂർദ് പള്ളിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രം. അവിടെ കീഴം വെക്കുകയും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വാർത്തകളെല്ലാം തിരഞ്ഞെടുപ്പ് കാലത്ത് വളരെ സജീവമായിരുന്നു. പിന്നീട് അദ്ദേഹം ലൂർദ് പള്ളി, തൃശ്ശൂരിലെ ആർച്ച് ബിഷപ്പിൻ്റെ കേന്ദ്രം എന്ന നിലയിലാണ് തൃശ്ശൂരിലെ ലൂർദ് പള്ളി. ആ ലൂർദ് പള്ളിയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. അവിടെ നിന്ന്, അതായത് തൃശ്ശൂർ അതിരൂപതയിൽ നിന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം അത് തുടക്കം തന്നെ പയറ്റിയിട്ടുണ്ട്. ആ പയറ്റൽ വീണ്ടും സജീവമാകുന്നു. ഇടയ്ക്കിടയ്ക്ക് സുരേഷ് ഗോപി പല വിവാദങ്ങളിൽ പെടുന്നുണ്ടെങ്കിൽ പോലും ആ വിവാദങ്ങളൊന്നും തന്നെ ഏശുന്നില്ല. ബിജെപിയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഏശുന്നില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് ബിജെപിക്കുള്ളത്. പ്രധാനമായ വിവാദങ്ങളാണ് മാധ്യമപ്രവർത്തകരുമായി ഉണ്ടാകുന്ന സംഘർഷങ്ങളാണ് എന്നതാണ് ബിജെപിയുടെ തൃശ്ശൂരിലുള്ള വിലയിരുത്തൽ. അതൊന്നും താഴേക്കടയിലേക്ക് എത്തുന്നില്ല, താഴേക്കടയിലുള്ള പ്രവർത്തകരെയോ ക്രൈസ്തവ സമൂഹത്തെയോ ബാധിക്കുന്നില്ല എന്ന വിലയിരുത്തൽ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് പാർട്ടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ക്രൈസ്തവരെ കൂടെ കൂട്ടാനുള്ള ബിജെപിയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നതും മറ്റൊരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. സംഭാവന